നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിന് സമ്പൂർണ്ണ നിരാശ സമ്മാനിച്ച് കേന്ദ്ര ബജറ്റ്. കേരളം ഏറെ പ്രതീക്ഷിച്ച അതിവേഗ റെയിൽ ഇടനാഴിയും എയിംസുമില്ല. പ്രത്യേക സാമ്പത്തിക പാക്കേജുമില്ല. അപൂർവ ധാതു ഇടനാഴി മാത്രം. തിരുവത്ര EMS നഗർ പടിഞ്ഞാറ് താമസിക്കുന്ന മധ്യവയസ്കനെ വെട്ടി പരിക്കേൽപ്പിച്ച നിലയിൽ കണ്ടെത്തി. പുത്തൻകടപ്പുറം മരക്കാരകത്ത് 52 വയസ്സുള്ള ഹമീദിനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചരിത്രപ്രസിദ്ധമായ പന്തല്ലൂർ ശിവഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ആഘോഷിക്കുന്നു. കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കുക 30-ൽ പരം ഗജവീരന്മാർ. 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നടക്കുന്ന വെടിക്കെട്ട് ആവേശത്തിൽ പൂരപ്രേമികൾ. വാർത്തകൾ വിശദമായി. കേരളത്തിന് സമ്പൂർണ്ണ നിരാശ സമ്മാനിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ച കേന്ദ്ര ബജറ്റ്. കേരളം ഏറെ പ്രതീക്ഷ വെച്ചു പുലർത്തിയ എയിംസ്, അതിവേഗ റെയിൽപാത എന്നിവയിൽ ഒരു പ്രഖ്യാപനവും ഉണ്ടായില്ല. അപൂർവ ധാതുക്കൾക്കായി പ്രഖ്യാപിക്കപ്പെട്ട കോറിഡോറിൽ ഉൾപ്പെടുത്തിയെന്നതാണ് കേരളത്തെ സംബന്ധിച്ചുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം. കേരളം, തമിഴ്നാട്, ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന അപൂർവ ധാതുക്കളുടെ കോറിഡോറാണ് പ്രഖ്യാപിച്ചത്. ഇതിനു പുറമെ കടലാമ പരിചരണത്തിന് കേരളത്തിലും കർണാടകത്തിലും പ്രത്യേക കേന്ദ്രം സ്ഥാപിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. സുസ്ഥിര സാമ്പത്തിക വളർച്ച, ജനങ്ങളുടെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുക, ഇന്ത്യയുടെ വളർച്ചയിൽ ജനപങ്കാളിത്തം ഉറപ്പാക്കുക, എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം എന്നീ 3 കർത്തവ്യങ്ങൾക്കാണ് ഊന്നലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ധനമന്ത്രി ബജറ്റ് പ്രസംഗം ആരംഭിച്ചത്. ആഗോള ബയോഫാർമ ഉൽപാദന ഹബ്ബാക്കി രാജ്യത്തെ മാറ്റും. സെമി കണ്ടക്ടർ മിഷന് 40,000 കോടി രൂപ, ചെറുകിട വ്യവസായത്തിന് 10,000 കോടി, ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് 5 പദ്ധതികൾ, ചെറുകിട സൂക്ഷ്മ ഇടത്തരം വ്യവസായങ്ങൾക്ക് 2,000 കോടി എന്നിങ്ങനെയാണ് പ്രഖ്യാപനങ്ങൾ. ആഗോളതലത്തിൽ മത്സരക്ഷമതയുള്ള കായിക വസ്തുക്കൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിയും നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചു. ചരക്ക് നീക്കത്തിന് പുതിയ ഇടനാഴികൾ, 5 വർഷത്തിനുള്ളിൽ 20 പുതിയ ദേശീയ ജലപാതകൾ പ്രാവർത്തികമാക്കുക, എല്ലാ ജില്ലകളിലും നിർബന്ധമായും വനിതാ ഹോസ്റ്റൽ, 5 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള ടയർ 2, ടയർ 3 നഗരങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കും തുടങ്ങിയ പ്രഖ്യാപനങ്ങളും ബജറ്റിലുണ്ടായി. അർബുദ, പ്രമേഹ മരുന്നുകളുടെ വില കുറയും എന്നതാണ് ജനക്ഷേമപരമായ ഒരു നടപടി. ടൂറിസം മേഖലയ്ക്ക് കാര്യമായ പരിഗണനയുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി സ്ഥാപിക്കും. 10,000 ഗൈഡുകളെ 20 ഐക്കോണിക് ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ നിയമിക്കും. ഇവർക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റുമായി ചേർന്ന് പരിശീലനം നൽകും. ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ജമ്മു കാശ്മീർ സംസ്ഥാനങ്ങളിൽ ട്രക്കിംഗ്, ഹൈക്കിംഗ് മേഖല എന്നിങ്ങനെയാണ് ടൂറിസം മേഖലയ്ക്കുള്ള പ്രഖ്യാപനങ്ങൾ. വിദ്യാഭ്യാസം മുതൽ തൊഴിൽ വരെയുള്ള മേഖലകളെ പരിഗണിച്ച് സ്റ്റാൻഡിംഗ് കമ്മിറ്റി രൂപീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. തിരുവത്ര EMS നഗർ പടിഞ്ഞാറ് താമസിക്കുന്ന മധ്യവയസ്കനെ വെട്ടി പരിക്കേൽപ്പിച്ച നിലയിൽ കണ്ടെത്തി. പുത്തൻകടപ്പുറം മരക്കാരകത്ത് 52 വയസ്സുള്ള ഹമീദിനെയാണ് മുഖംമൂടി ധരിച്ച സംഘം വെട്ടി പരിക്കേൽപ്പിച്ചതെന്ന് പറയുന്നു. ഞായറാഴ്ച പുലർച്ചെയാണ് സംഭവം. തനിച്ച് താമസിക്കുന്ന ഹമീദ് അയൽവാസിയെ വിളിച്ചറിയിക്കുകയായിരുന്നു. കഴുത്തിലും കാലിലും ഗുരുതര പരിക്കേറ്റ ഇയാളെ ലാസിയോ ആംബുലൻസ് പ്രവർത്തകർ ആദ്യം ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തി. ചരിത്രപ്രസിദ്ധമായ പന്തല്ലൂർ ശ്രീ ശിവഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ആഘോഷിക്കുന്നു. പൂരാഘോഷം CCTV പ്രാദേശികം ചാനലിലൂടെ തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ട്. രാവിലെ ഗണപതി ഹോമം, നിർമ്മാല്യ ദർശനത്തിനും അഭിഷേകത്തിനും ശേഷം വിശേഷാൽ പൂജകൾ, പറവെപ്പ് എന്നിവ ഉണ്ടായി. ഉച്ചയ്ക്ക് 1-ന് ദേവസ്വം പൂരം എഴുന്നള്ളിപ്പ് നടന്നു. പാക്കത്ത് ശ്രീകുട്ടൻ ദേവിയുടെ തിടമ്പേറ്റി. തുടർന്ന് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള വരവുകൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നു. വൈകിട്ട് പേരുകേട്ട ഗജവീരന്മാരുടെ അകമ്പടിയോടെ നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 16 ദേശ കമ്മിറ്റികളിൽ നിന്നായി 30-ൽ പരം ഗജവീരന്മാർ അണിനിരക്കും. കൂട്ടിയെഴുന്നള്ളിപ്പിന് വെള്ളിത്തിരുത്തി പ്രഭാകരൻ നായരുടെ പ്രമാണിത്വത്തിൽ 70ഓളം കലാകാരന്മാർ അണിനിരക്കുന്ന പാണ്ടിമേളം അകമ്പടിയാകും. പിന്നീട് തെയ്യം, കരിങ്കാളി തുടങ്ങി നാടൻ കലാരൂപങ്ങളുടെ വരവുണ്ടാകും. കൂട്ടിയെഴുന്നള്ളിപ്പിന് ശേഷം ദീപാരാധന, കാഴ്ചശീവേലി എന്നിവ നടക്കും. പൂരത്തിന്റെ പ്രധാന ആകർഷണമായ വെടിക്കെട്ട് വൈകിട്ട് 7:30-ന് നടക്കും. 8 വർഷത്തിനു ശേഷമാണ് വെടിക്കെട്ടിന് പേരുകേട്ടിരുന്ന പന്തല്ലൂരിൽ വീണ്ടും വെടിക്കെട്ട് നടക്കുന്നത്. പ്രസിദ്ധമായ പന്തല്ലൂർ ശിവഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് ആവേശമായി 8 വർഷത്തെ നീണ്ട ഇടവേളയ്ക്കു ശേഷം വെടിക്കെട്ട് തിരിച്ചെത്തുന്നു. ഇന്ന് വൈകിട്ട് നടക്കുന്ന വെടിക്കെട്ടിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. മുൻ വർഷങ്ങളിൽ പന്തല്ലൂരിൽ വെടിക്കെട്ട് വിസ്മയങ്ങൾ തീർത്തിട്ടുള്ള HMC കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത്തവണ വെടിക്കെട്ട് നടക്കുന്നത്. ഉച്ചയ്ക്ക് 1 മണിക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിച്ചു. ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ പ്രാദേശിക പൂരങ്ങളുടെ വരവും ആരംഭിച്ചു. ഞായറാഴ്ച പകൽപൂരത്തിന് ശേഷം വൈകിട്ട് 7:30-ന് പന്തല്ലൂർ കിഴക്കേ പാടശേഖരത്തിലാണ് വെടിക്കെട്ട് നടക്കുക.
ഏകദേശം 10 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന വർണ്ണവിസ്മയമാണ് ഇത്തവണ ഒരുക്കുന്നത്. ശനിയാഴ്ച രാവിലെയാണ് വെടിക്കെട്ടിനുള്ള അന്തിമാനുമതി ലഭിച്ചത്. ദേശമംഗലം സുരേന്ദ്രനാണ് വെടിക്കെട്ടിന്റെ ചുമതല വഹിക്കുന്നത്. മുൻകാലങ്ങളിൽ HMCയും ശിവഭഗവതി കമ്മിറ്റിയും തമ്മിലുള്ള വെടിക്കെട്ട് മത്സരം പൂരപ്രേമികൾക്ക് ഹരമായിരുന്നു. ഇത്തവണ HMC മാത്രമാണ് വെടിക്കെട്ടിനായി അപേക്ഷ സമർപ്പിച്ചത്. വെടിക്കെട്ടിന് പേരുകേട്ടിരുന്ന പന്തല്ലൂരിൽ വർഷങ്ങൾക്കുശേഷം വെടിക്കെട്ട് നടക്കുന്നു എന്ന വാർത്ത പൂരപ്രേമികളിൽ വലിയ ആവേശം സൃഷ്ടിച്ചിട്ടുണ്ട്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വൻ ജനപങ്കാളിത്തത്തോടെ പൂരം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പന്തല്ലൂർ ദേശം. എരുമപ്പെട്ടി വേലൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തയ്യൂർ ആലുക്കൽ ചിറ പാലത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ AC മൊയ്തീൻ MLA സന്ദർശനം നടത്തി. 2023-24 സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 5.6 കോടി രൂപ ഉപയോഗപ്പെടുത്തിയാണ് പാലം നിർമ്മിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പിനാണ് നിർമ്മാണ ചുമതല. കോഴിക്കോട് ആസ്ഥാനമായുള്ള സെൽമെക് എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻസ് കമ്പനിയാണ് കരാർ ഏറ്റെടുത്തിട്ടുള്ളത്. 2025 ഒക്ടോബർ 27-നാണ് പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 1989 നിർമ്മിച്ച വീതി കുറഞ്ഞ പഴയ പാലത്തിന് ബലക്ഷയം സംഭവിച്ചതിനെ തുടർന്ന് അത് പൊളിച്ചു നീക്കിയാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം നടത്തുന്നത്. പുതിയ പാലത്തിന് 12 മീറ്റർ നീളത്തിൽ 3 സ്പാനുകളോടുകൂടി ആകെ 36 മീറ്റർ നീളവും പാലത്തിന്റെ ഒരു വശത്ത് 1.5 മീറ്റർ വീതിയുള്ള നടപ്പാതയും 7.5 മീറ്റർ കാരേജ് വേയും ഉണ്ടാകും. മഴക്കാലത്ത് സ്ഥിരമായി ജലനിരപ്പ് ഉയരുന്ന സ്ഥലമായതിനാൽ സബ്മേഴ്സിബിൾ പാലമായാണ് നിർമ്മാണം നടത്തുന്നത്. RCC പൈൽ ഫൗണ്ടേഷനും RCC ബീം ആൻഡ് സ്ലാബുമാണ് പുതിയ പാലത്തിലുണ്ടാവുക. ആകെയുള്ള 14 പൈലുകളിൽ 13 എണ്ണം പൂർത്തിയായിട്ടുണ്ട്. രണ്ടാമത്തെ പിയറിലെ 3 പൈലുകൾ കൂടി പൂർത്തിയായാൽ പൈലുകളുടെ നിർമ്മാണം കഴിയും. മഴക്കാലത്തിന് മുമ്പായി താഴെത്തട്ടിലെ നിർമ്മാണങ്ങൾ പൂർത്തിയാക്കാനാണ് അധികൃതരുടെ ശ്രമം. പോക്സോ കേസിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിക്ക് 6 വർഷം കഠിന തടവ്. 12-കാരനെ ഫോണിൽ അശ്ലീല വീഡിയോ കാണിച്ച് ലൈംഗിക അതിക്രമം നടത്തിയ കേസിലാണ് 52 വയസ്സുള്ള ഒരുമനിയൂർ മങ്ങാടി വീട്ടിൽ സജീവനെ ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി 6 വർഷം കഠിന തടവിനും 40,000 രൂപ പിഴ അടയ്ക്കാനും ശിക്ഷ വിധിച്ചത്. 2023 ജൂൺ മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം. ചാവക്കാട് പോലീസ് സ്റ്റേഷനിലെ SCPO ഷൌജത്ത് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. ഹാജരാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ SI അനിൽകുമാർ PS FIR രജിസ്റ്റർ ചെയ്തു. SI സെസിൽ ക്രിസ്ത്യൻ രാജ് കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി പ്രതിക്കെതിരെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി 12 സാക്ഷികളെ വിസ്തരിച്ചു. ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ 18 രേഖകൾ ഹാജരാക്കി. കുട്ടിയുടെ ഇളയ സഹോദരനെയും കൂട്ടുകാരനെയും ലൈംഗിക പീഡനത്തിന് വിധേയനാക്കിയതിന് 130 വർഷവും 110 വർഷവും 2 കേസുകളിലായി ഇതേ കോടതിയിൽ നിന്നും ശിക്ഷ അനുഭവിച്ചു വരികയാണ് പ്രതി. പിഴ അടയ്ക്കാത്ത പക്ഷം 4 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. പിഴ സംഖ്യ അതിജീവതയ്ക്ക് നൽകാനും ഉത്തരവായി. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് നിഷ C എന്നിവർ ഹാജരായി. വിസ്താരവേളയിൽ ലൈസൺ ഓഫീസറും CPOയുമായ A പ്രസീത കോടതിയിൽ പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു. കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ഇടവകയിലെ സീനിയർ CLCയുടെ കുടുംബസംഗമം 2026 ആഘോഷിച്ചു. CLC ഡയറക്ടർ ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ തോമസ് ഊക്കൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബെറ്റി അലക്സ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. CLC പ്രസിഡന്റ് ജിജോ ജോർജ്, സോണി തോമസ്, ബിജു അന്തിക്കാട് എന്നിവർ സംസാരിച്ചു. കലാപരിപാടികളുണ്ടായിരുന്നു. ഭാരവാഹികളായ ജോമോൻ ചുങ്കത്ത്, നെൽസൺ VJ, മെൻസി ജാക്സൺ, ജോൺസൺ ജേക്കബ്, ജിഷ മെജോ, ബാബു MD, കൈക്കാരന്മാർ എന്നിവർ നേതൃത്വം നൽകി. വർത്തമാനകാലത്ത് ലോക്കൽ വാർത്തകളാണ് ഗ്ലോബൽ വാർത്തകളായി മാറുന്നതെന്നും എന്തൊക്കെ സാങ്കേതിക വിദ്യകൾ വന്നാലും പ്രാദേശിക മാധ്യമപ്രവർത്തകരുടെ പ്രസക്തി വർദ്ധിക്കുകയാണെന്നും മുഹമ്മദ് മൂസിൻ MLA കൂറ്റനാട് പ്രസ് ക്ലബ് ഹാളിൽ നടന്ന കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ പാലക്കാട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. പ്രാദേശിക ലേഖകരുടെ ആത്മാർത്ഥതയും സത്യസന്ധതയും വാർത്താലോകത്ത് നിർണായകമാണെന്നും വാർത്താശേഖരണത്തിനിടെ പ്രാദേശിക ലേഖകർ നേരിടുന്ന ബുദ്ധിമുട്ടുകളും അവരുടെ കഠിനാധ്വാനവും സമൂഹം കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സത്യസന്ധമായ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലൂടെ പൗരന്മാരെ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടു പോകാൻ പ്രാപ്തരാക്കുന്നതിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർ വഹിക്കുന്ന പങ്ക് വലുതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പരിസര പ്രദേശത്തുള്ള വാർത്ത നിമിഷങ്ങൾ കൊണ്ട് ലോകമാകെ പടരുന്ന വാർത്തയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയൊരു പ്രവർത്തനം ഓരോ നമ്മുടെ നാടിന്റെ സ്പന്ദനങ്ങളും ജനങ്ങളിലേക്ക് അറിയിക്കാൻ, അത് സത്യസന്ധമായി യഥാർത്ഥ വാർത്തകൾ അറിയുകയും പൗരന്മാരെ അറിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജനാധിപത്യവും വളരുന്നത്. അപ്പൊ അത് കൃത്യമായി അറിയിക്കുക എന്നുള്ള വലിയൊരു ദൗത്യം, ചെറിയ ദൗത്യമല്ല. അത് ചെയ്യുന്നവരാണ് പ്രാദേശിക ലേഖകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തനം. അത്
അതിന് പ്രത്യേകം നമ്മൾ അഭിനന്ദിക്കേണ്ടതുണ്ട്. സ്വാഗത സംഘം ചെയർമാൻ KG സണ്ണി അധ്യക്ഷത വഹിച്ചു. KMPU സ്ഥാപക നേതാവ് വി സെയ്ദ് മുഖ്യപ്രഭാഷണം നടത്തി. എഡിൻവുഡ് ഇന്റർനാഷണൽ സ്കൂൾ MD EV അബ്ദുൾ റഹ്മാൻ, തൃത്താല സബ് ഇൻസ്പെക്ടർ ജെഫിൻ രാജു എന്നിവർ മുഖ്യാതിഥികളായി. സമ്മേളനത്തിന്റെ ഭാഗമായി പത്രപ്രവർത്തകർക്കുള്ള ഗിഫ്റ്റ് EV അബ്ദുൾ റഹ്മാൻ വിതരണം ചെയ്തു. വൈകിട്ട് നടന്ന KMPU ജില്ലാ സമാപന സമ്മേളനം മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. നിൽക്കുന്ന സ്ഥലം അവിടുത്തെ പത്രപ്രവർത്തകർ അവരുമായിട്ടുള്ള ബന്ധം വളരെ ഗാഠമായിട്ടുള്ള ബന്ധമാണ്. ഒരുപക്ഷെ ഈ പ്രസ് ക്ലബിൽ ഏറ്റവും കൂടുതൽ വന്ന ഒരാളായിരിക്കും. ഏറ്റവും കൂടുതൽ ജില്ലാ രക്ഷാധികാരികളായ C മൂസ, സുരേഷ് വേലായുധൻ, സെക്രട്ടറി AA ജോർജ്, തൃത്താല മേഖലാ പ്രസിഡന്റ് TVM അലി, ജില്ലാ ട്രഷറർ ഇസ്മായിൽ പെരുമണ്ണൂർ, വൈസ് പ്രസിഡന്റ് MV ബേബി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് AC ഗീവർ ചാലിശ്ശേരി എന്നിവർ സംസാരിച്ചു. സെന്റ് തോം ചർച്ച് ചൂണ്ടൽ ഉണ്ണീശോ തീർത്ഥകേന്ദ്രത്തിൽ സംയുക്ത തിരുനാൾ ആഘോഷം ഭക്തി നിർഭരം. ഉണ്ണീശോയുടെയും പരിശുദ്ധ കന്യകാ മാതാവിന്റെയും വിശുദ്ധ യൗസേപിതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ തോമാസ് ലീഹയുടെയും സംയുക്ത തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിലായാണ് ഇടവകയിൽ ആഘോഷിക്കുന്നത്. കൊടിയേറ്റം മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 6-ന് ആരാധന, ജപമാല എന്നിവയും 6:30-ന് ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവയും നടന്നിരുന്നു. ശനിയാഴ്ച രാവിലെ 5:45-ന് ആരാധനയും ജപമാലയും, തുടർന്ന് 6:15-ന് ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവയും നടന്നു. തുടർന്ന് കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള അമ്പുകളുടെ വെഞ്ചരിപ്പും വിശുദ്ധരുടെ രൂപമെഴുന്നള്ളിപ്പുമുണ്ടായി. മെൽബൺ രൂപത ബിഷപ്പ് എമിരറ്റസ് മാർ ബോസ്കോ പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടവകാംഗം ഫാദർ ജെറിൻ ചൂണ്ടൽ സഹകാർമ്മികനായി. രാത്രി 11 മണിക്ക് യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ് എഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിലെത്തി സമാപിച്ചു. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ 6:15-ന് ദിവ്യബലിയും 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടന്നു. പാവർട്ടി സെന്റ് ജോസഫ് ട്രെയിനിംഗ് കോളേജ് മാനേജർ ഫാദർ ജോസഫ് ആലപ്പാട്ട് മുഖ്യകാർമ്മികനായി. മറ്റം ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ജോഷി ചൂണ്ടൽ സഹകാർമ്മികനായി. ഉച്ചതിരിഞ്ഞ് 4:30-ന് ഇടവകാംഗങ്ങളായ വൈദികർ കാർമ്മികത്വം വഹിച്ച ദിവ്യബലിയും തുടർന്ന് ഭക്തിനിർഭരമായ പ്രദക്ഷിണവും നടന്നു. വർണ്ണക്കുടകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ഇടവക വിശ്വാസികൾ വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങളുമായി പ്രദക്ഷിണത്തിൽ പങ്കാളികളായി. വൈകിട്ട് വിസ്മയക്കാഴ്ചയൊരുക്കി വർണ്ണമഴയും അരങ്ങേറി. ഇടവക വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, കൈക്കാരന്മാരായ CJ ഫ്രാൻസിസ്, MO ഫിലിപ്പ്, തോംസൺ ജേക്കബ് തുടങ്ങിയവർ തിരുനാളാഘോഷത്തിന് നേതൃത്വം നൽകി. അഞ്ഞൂർ ഇമ്മാനുവൽ സൺഡേ സ്കൂളിന്റെ ശതാബ്ദി സ്മാരക മന്ദിരം കൂദാശ ചെയ്തു. ശുശ്രൂഷകൾക്ക് മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൂദാശയോടനുബന്ധിച്ച് ഇടവക വികാരി ഫാദർ ബെന്യാമിൻ ചിറ്റ്ലപ്പിള്ളിയുടെ അധ്യക്ഷതയിൽ നടന്ന പൊതുസമ്മേളനം സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു മുഖ്യാതിഥിയായിരുന്നു. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നബീൽ NMK, സഭാ വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് കുര്യൻ, ഇടവക സെക്രട്ടറി ജോഷി ജോസ്, അൽമായ ട്രസ്റ്റി ഗീവർ മാണി, സഭാ സെക്രട്ടറി ബിനോയ് P. മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ഇടവകയ്ക്ക് വേണ്ടി സംഭാവനയായി സൺഡേ സ്കൂൾ കെട്ടിടം നിർമ്മിച്ചു നൽകിയ വിൽസൺ ഇട്ടൂപ്പ് കുണ്ടുകുളങ്ങരയെ നൽകി ആദരിച്ചു. തുടർന്ന് സ്നേഹവിരുന്നുമുണ്ടായി. നിർമ്മാണ കമ്മിറ്റി അംഗങ്ങളായ ശ്യാമു മണ്ടുമ്പാൽ, ജൂബി ജോർജ് എന്നിവർ ഉൾപ്പെടുന്ന സൺഡേ സ്കൂൾ ബിൽഡിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. 4 ദിവസത്തോളം വെള്ളം മുങ്ങിക്കിടന്ന നെൽകൃഷിയിൽ 100 മേനി വിളവെടുത്ത് ഹനീഫ പറയിരിക്കൽ. മുക്കഞ്ചേരി പാടശേഖരങ്ങളിലെ 8 ഏക്കറോളം വരുന്ന പാടശേഖരങ്ങളിൽ ഞായറാഴ്ച വിളവെടുപ്പ് ആരംഭിച്ചു. ഞാറുനടിയിൽ കഴിഞ്ഞ ഉടൻ കാലം തെറ്റി പെയ്ത മഴയിൽ പാടശേഖരങ്ങളിൽ വെള്ളം കയറി 4 ദിവസത്തോളം ഞാർ കാണാത്ത രീതിയിൽ മുങ്ങുകയായിരുന്നു. അധ്വാനവും ഇറക്കിയ പണവും നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരിക്കെ കൂടുതൽ പമ്പ് സെറ്റ് വെച്ച് ഉപതൊഴിയിലേക്ക് വെള്ളം അടിച്ചു വറ്റിക്കുകയും ആവശ്യമായ പരിചരണം നൽകിയാണ് നെല്ലിന് സംരക്ഷണം നൽകിയത്. പുന്നൂർക്കുളം പഞ്ചായത്തുകളുടെ വിവിധ പാടശേഖരങ്ങളിൽ ഉമ, ജ്യോതി, കാഞ്ചന എന്നീ വിത്തുകൾ ഉപയോഗിച്ച് കൃഷി ഇറക്കിയിട്ടുണ്ട്. മുക്കഞ്ചേരി പാടശേഖര സമിതിയുടെ പ്രസിഡന്റാണ് ഹനീഫ. 2% കിഴിവിൽ കിലോയ്ക്ക് 30 രൂപ 12 പൈസ പ്രകാരം സപ്ലൈകോ നെല്ലെടുക്കും. പുന്നയൂർ കൃഷിഭവൻ ഓഫീസർ K. ഗംഗാധരൻ, വാർഡ് മെമ്പർമാരായ ഷൈബ ദിനേശൻ, V. ബാബു മാസ്റ്റർ, രതീഷ് ചമ്മിണിയിൽ, കർഷകരായ മുജീബ്, ഉബൈദ് തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ വേനൽ മഴയ്ക്ക് വലിയ തോതിലുള്ള വെള്ളക്കയറ്റം ഉണ്ടായിട്ട് പോലും അതിനെ തിരിച്ച് സ്വപ്രയത്നത്താൽ തന്നെ തിരിച്ച് അടിച്ച് ആ കൃഷിയെ രക്ഷിച്ചെടുത്ത് ഇപ്പോൾ കൊയ്ത്തിന് പ്രായമായി
ഇന്ന് അതിൻ്റെ കൊയ്ത്തുത്സവം നടക്കുകയാണ്. കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള പ്രയത്നം ഓരോ മണി നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നതിനും വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയ സന്തോഷകരമായിട്ടുള്ള ഈ ഒരു പ്രശസ്ത പ്രസാധകരായ പേപ്പർ പബ്ലിക്ക സംഘടിപ്പിച്ച 8ാമത് കാക്കനാടൻ സാഹിത്യോത്സവത്തോടനുബന്ധിച്ചുള്ള നോവൽ മത്സരത്തിൽ ജൂറി അവാർഡിനർഹമായ പിള്ളക്കാട് സ്വദേശി ഷെംസ് വീട്ടിൽ എഴുതിയ 3ാമത്തെ പുസ്തകം ഉസ്കൂത്തിന്റെ പ്രകാശനം നടന്നു. ആത്മവിലാസം, ഗന്ധകഭൂമി എന്നീ പുസ്തകങ്ങൾക്ക് ശേഷമാണ് പ്രവാസി എഴുത്തുകാരനായ ഷെംസ് ഉസ്കൂത്ത് എന്ന നോവൽ എഴുതി വായനക്കാരുടെ കൈകളിലെത്തിക്കുന്നത്. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി കെ രാജന്റെ സാന്നിധ്യത്തിൽ പ്രശസ്ത എഴുത്തുകാരൻ KV മോഹൻകുമാർ പുസ്തകത്തിന്റെ ആദ്യ പ്രതി നടനും നോവലിസ്റ്റുമായ അസീം പള്ളിവിളയ്ക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു. ചടങ്ങിൽ വെച്ച് കാക്കനാടൻ സ്പെഷ്യൽ ജൂറി പുരസ്കാരം KV മോഹൻകുമാറിൽ നിന്നും ഷെംസ് വീട്ടിൽ ഏറ്റുവാങ്ങി. ഗുരുവായൂരിനടുത്ത് പിള്ളക്കാട് സ്വദേശിയും പ്രവാസി എഴുത്തുകാരനുമാണ് ഷെംസ് വീട്ടിൽ. പ്രവാസ ജീവിതത്തെ പ്രമേയമാക്കി രചിക്കപ്പെട്ടിരിക്കുന്ന ഈ നോവലിന്റെ കവർ ചിത്രം ഒരുക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സഹോദരൻ ജാഫർ പിള്ളക്കാടാണ്. പ്രശസ്ത കഥാകൃത്ത് വിനു എബ്രഹാം, സാഹിത്യ നിരൂപകൻ CE സുനിൽ, കാക്കനാടന്റെ മകൾ രാധാ കാക്കനാടൻ തുടങ്ങിയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ഇസ്താബ് എന്ന കൗമാരക്കാരനായ നായകൻ തനിക്ക് അഭികാമ്യമല്ലാത്ത കഥാപരിസരത്തിലേക്ക് മാറേണ്ടി വന്നപ്പോൾ അനുഭവിക്കേണ്ടി വന്ന ആകുലതകളും സന്തോഷങ്ങളുമാണ് ഈ നോവലിന്റെ ഇതിവൃത്തം. ചിരപരിചിതമെന്ന് തോന്നിയതാണെങ്കിലും ആ കാഴ്ചകളിലേക്കും കഥയില്ലായ്മയിലേക്കും മിഴിതുറക്കുന്ന കഥാപാത്രം അക്കാലത്തെ നീതിയോടും ദുരവസ്ഥകളോടുമുള്ള സമരപ്പെടലാണ് തന്റെ ജീവിതമെന്ന് തിരിച്ചറിയുന്ന ഇസ്താബ് ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. ഹംപി ഉൾക്കൊള്ളുന്ന വിജയനഗര സാമ്രാജ്യം പശ്ചാത്തലമാക്കിയാണ് നോവൽ രചിച്ചിരിക്കുന്നത്. താമരയൂർ ശ്രീ താഴിശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം ആഘോഷിച്ചു. രാവിലെ നിർമ്മാല്യം, വാകച്ചാർത്ത്, ഗണപതി ഹോമം തുടങ്ങി വിശേഷാൽ പൂജകളുണ്ടായി. ക്ഷേത്രം തന്ത്രി ഉല്ലാസം മോഹൻ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ശീവേലി എഴുന്നള്ളിപ്പ്, ഉച്ചപൂജ, പഞ്ചവാദ്യം എന്നിവയും നടന്നു. ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് ചെണ്ടമേളത്തിനു ശേഷം കനലാട്ടം, വിവിധ ഉത്സവാഘോഷങ്ങൾ ക്ഷേത്ര സന്നിധിയിലെത്തി. ശേഷം കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവയുണ്ടായി. വൈകിട്ട് ചെണ്ടമേളത്തിന്റെയും താലത്തിന്റെയും അകമ്പടിയോടെ പാൽക്കുടം എഴുന്നള്ളിപ്പിന് ശേഷം വടക്കുവാതിൽക്കൽ കുരുതി തർപ്പണം നടന്നു. പറവെപ്പുമുണ്ടായി. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി. വിശിഷ്ട സേവനത്തിന് രാഷ്ട്രപതിയുടെ പോലീസ് മെഡലിന് അർഹനായ ഗുരുവായൂർ ACP C പ്രേമാനന്ദകൃഷ്ണനെ മമ്മിയൂർ അയ്യപ്പ ഭക്തസംഘം ഉപഹാരം നൽകി ആദരിച്ചു. മമ്മിയൂർ അയ്യപ്പ ഭക്തസംഘം പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, ജനറൽ സെക്രട്ടറി P സുനിൽകുമാർ എന്നിവർ പൊന്നാട ചാർത്തി ഉപഹാരം നൽകി. ട്രഷറർ P അനിൽകുമാർ, ഭാരവാഹികളായ അനിൽകുമാർ ചിറക്കൽ, രാമചന്ദ്രൻ പല്ലത്ത്, രാജഗോപാലൻ മുള്ളത്ത്, AV ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മാധ്യമപ്രവർത്തകരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പത്ര, ദൃശ്യ, ഡിജിറ്റൽ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന സ്വതന്ത്ര ട്രേഡ് യൂണിയനായ കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ പാലക്കാട് ജില്ലാ സമ്മേളനം സമാപിച്ചു. കൂറ്റനാട് പ്രസ് ക്ലബ് ഹാളിൽ നടന്ന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മാധ്യമ ശില്പശാല KMPU സ്ഥാപക നേതാവ് V സെയ്ദ് ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ TVM അലി, മാതൃഭൂമി ലേഖകൻ C മൂസ പെരിങ്ങോട് എന്നിവർ ശില്പശാല നയിച്ചു. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ നടത്തുന്ന അവകാശ പോരാട്ടങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന പ്രമേയം KMPU സംസ്ഥാന വൈസ് പ്രസിഡന്റ് AC ഗീവർ അവതരിപ്പിച്ചു. സ്വാഗത സംഘം ചെയർമാൻ KG സണ്ണി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി AA ജോർജ്, ട്രഷറർ ഇസ്മായിൽ പെരുമണ്ണൂർ, വൈസ് പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി AA ജോർജ് പ്രസിഡന്റ്, KG സണ്ണി സെക്രട്ടറി, പ്രദീപ് ചെറുവാശ്ശേരി ട്രഷറർ, C മൂസ രക്ഷാധികാരി എന്നിവരടങ്ങുന്ന 15-അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. CPIM എളവള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. വാഗയിൽ വെച്ച് സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗം DYFI സംസ്ഥാന മുൻ ജോയിന്റ് സെക്രട്ടറി PB അനൂപ് ഉദ്ഘാടനം ചെയ്തു. CPIM ലോക്കൽ സെക്രട്ടറി PA ഷൈൻ അധ്യക്ഷനായി. മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ്, KP രാജു, TK സംജിത്ത്, എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത, TK ചന്ദ്രൻ, ശ്രീകുമാർ വാഗ, KK പ്രസന്നകുമാരി, KM പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു.
ചിറളയം സെന്റ് ലാസറസ് പള്ളിയിൽ വൈദിക ശ്രേഷ്ഠരുടെ ഓർമ്മ ആചരിച്ചു. ഛായാചിത്ര അനാച്ഛാദനം നടത്തി. പള്ളി യൂത്ത് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിലാണ് നടത്തിയത്. ദേവാലയത്തിൽ സേവനം അനുഷ്ഠിച്ച 4 കോർ എപ്പിസ്കോപ്പമാരുടെയും 8 വൈദികരുടെയും ഛായാചിത്രങ്ങൾ പള്ളി വികാരിയും കുന്നംകുളം ഭദ്രാസന സെക്രട്ടറിയുമായ ഫാദർ സ്റ്റീഫൻ ജോർജ് അനാച്ഛാദനം ചെയ്തു. ഭദ്രാസന സൺഡേ സ്കൂൾ ഡയറക്ടർ ഡോക്ടർ KC ലോബ്സൺ മുഖ്യപ്രഭാഷണം നടത്തി. കൈക്കാരൻ KV റെജി, സെക്രട്ടറി ബേബി ജോസ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഡെന്നീസ് മങ്ങാട്, ബിജു മാത്യു, CJ റോജിൻ, യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകരായ ലാസ് അജിൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഇടവക അംഗങ്ങളും നിര്യാതരായ വൈദികരുടെ കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. അനേക കാലം ഇടവകയെ നന്നായി നയിച്ച് ആത്മീയമായ എല്ലാ തുറകളിലും ഇടയേറെ, അതായത് അരുമജനങ്ങളെ അരുമയായി നിർത്തിക്കൊണ്ട് ദൈവത്തെങ്കിലേക്ക് ആകർഷിപ്പിച്ച ശ്രേഷ്ഠ വൈദികരാണ് ഈ കാണുന്ന എല്ലാ ഫോട്ടോകളും. ഈ ശ്രേഷ്ഠ വൈദികരുടെ സ്മരണ എക്കാലവും ഇടവയ്ക്കും ഈ നാടിനും സഭയ്ക്കും ഉതകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വളയംകുളം ശ്രീ കോഴിശങ്ങാട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പുണർദോത്സവം ആഘോഷിച്ചു. ശനിയാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ നടതുറക്കൽ, അഭിഷേകം, പട്ടുചാർത്തൽ, മലർനിവേദ്യം, ഉഷപൂജ എന്നിവ ഉണ്ടായി. ഉച്ചയ്ക്ക് നടന്ന പ്രസാദഊട്ടിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. വൈകിട്ട് എഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് വിവിധ പ്രാദേശിക കമ്മിറ്റികളുടെ വരവുണ്ടായി. ക്ഷേത്രത്തിൽ ദീപാരാധന, മേളം, തായമ്പകയും രാത്രിയിൽ ക്ഷേത്രമൈതാനത്ത് നാട്ടുകൂട്ടം കമ്മിറ്റിയുടെ ഗാനമേളയും ഉണ്ടായി. പരൂർ ശിവക്ഷേത്രത്തിൽ താഴേക്കാവിൽ ഭഗവതിയുടെ താലം വേല മഹോത്സവം ഭക്തി നിർഭരമായി. പുലർച്ചെ 4 മണിക്ക് താലപ്പൊലിയും തുടർന്ന് പട്ടും താലിയും ചാർത്തൽ, നടക്കൽ, പറവെപ്പും മേളവും ഉണ്ടായി. ദീപാരാധനയ്ക്ക് ശേഷം വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ തെയ്യം, തിറ, നാടൻ കലാരൂപങ്ങളോടുകൂടിയ ആഘോഷവരവും ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. പയ്യപ്പന്തലിൽ പ്രതീകാത്മകമായി കാളിദാരിക സംവാദവും തുടർന്ന് 9 മണിക്ക് മഹാഗുരുതി തർപ്പണത്തോടുകൂടി ദേവിയുടെ ആണ്ട് പിറന്നാളിന് സമാപനം കുറിച്ചു. മാഞ്ചരക്കൽ, റെനീഷ് ശാന്തി, കൃഷ്ണൻ എന്നിവർ പൂജകൾക്ക് നേതൃത്വം നൽകി. ക്ഷേത്രം പ്രസിഡന്റ് മോഹനൻ പുലിയത്ത്, സെക്രട്ടറി ശ്രീനിവാസൻ താണിശ്ശേരി, ട്രഷറർ ചന്ദ്രൻ വള്ളിക്കാട്ടിരി, മാതൃസമിതി അംഗങ്ങൾ, ക്ഷേത്രം ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. പുന്നൂർക്കുളം കുണ്ടനി ദണ്ഡൻസ്വാമി ക്ഷേത്രത്തിലെ വേല മഹോത്സവത്തിന് കൊടിയേറി. മേൽശാന്തി പ്രഭാകരൻ ആറ്റുപുറം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ചെയർമാൻ CK ഷൺമുഖൻ കൊടിയേറ്റം നിർവഹിച്ചു. രാത്രി 9:30 പരൂർ ശിവക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന നാട്ടുതാലം ക്ഷേത്രത്തിൽ സമാപിക്കും. വേല ദിവസമായ 7-ാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് 3 മുതൽ വൈകിട്ട് 7:30 വരെ ഗുരുവായൂർ പൊന്നാനി സംസ്ഥാന പാത ആറ്റുപുറം മുതൽ പുന്നൂക്കാവ് വരെ ഗതാഗത നിയന്ത്രണമുണ്ടായി. പ്രസിഡന്റ് KM പ്രകാശൻ, സെക്രട്ടറി MG സന്തോഷ്, ട്രഷറർ CV പ്രസാദ് തുടങ്ങിയ രക്ഷാധികാരികൾ, മാതൃസമിതി അംഗങ്ങൾ, ക്ഷേത്രം ഭാരവാഹികളും നേതൃത്വം നൽകി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചാവക്കാട് ഏരിയ വാർഷിക കൺവെൻഷൻ നടന്നു. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുജാത ജയേഷ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് EK നന്ദനൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ശൈലജ രവീന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ MS സത്യനാഥൻ കണക്ക് അവതരിപ്പിച്ചു. CV മോഹനൻ, PS ബീനാബായ്, KT രത്നവല്ലി എന്നിവർ സംസാരിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വിജയിച്ച അംഗങ്ങളെ കൺവെൻഷനിൽ ആദരിച്ചു. ഫെബ്രുവരി 4-ന് തയ്യൽ തൊഴിലാളികൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിൽ 1 ലക്ഷം പേർ പങ്കെടുക്കുന്ന സമരം വിജയിപ്പിക്കാൻ തീരുമാനിച്ചു. റിയൽ ഇന്ത്യ ചാനൽ നടത്തിയ റിയാലിറ്റി ഷോ മെഹ്ഫിൽ രാവ് സീസൺ 1 മാപ്പിളപ്പാട്ട് ഫൈനൽ മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി നാടിന്റെ അഭിമാനമായി മാറി ജംഷീർ. കാസർഗോഡ് വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ കഴിഞ്ഞ ദിവസം തിങ്ങി നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി നടത്തിയ മത്സരത്തിലാണ് തിളക്കമായ വിജയം നേടിയത്. ഫൈനൽ മത്സരത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ 1ാം സ്ഥാനത്തിന് ജംഷീർ അർഹനായി. ജംഷീറിനെ പ്രോഗ്രസ് ഓഫ് അണ്ടത്തോട് അഭിനന്ദിച്ചു. ജന്മനാട്ടിൽ സ്വീകരണമൊരുക്കാൻ തയ്യാറെടുക്കുകയാണ് നാട്ടുകാർ. അണ്ടത്തോട് പരേതനായ കൊപ്പര അബൂബക്കറിന്റെയും മൈമൂനയുടെയും മകനാണ് ജംഷീർ. വടക്കേക്കാട് ICS സ്കൂളിൽ ആനുവൽ ഡേ യാദ് രാത് 2026 ആഘോഷിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷംസീറ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. വടക്കേക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NMK നബീൽ, ICA പ്രസിഡന്റ് കോട്ടയിൽ കുഞ്ഞുമോൻ ഹാജി, വടക്കേക്കാട് പഞ്ചായത്ത് മെമ്പർ RM ബക്കർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു.
വൈസ് പ്രിൻസിപ്പാൾ മുഹമ്മദ് യൂനുസ് സ്കൂൾ ആനുവൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ICA സീനിയർ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് RV അബ്ദുൾ മജീദ്, ICA സെക്രട്ടറി OM മുഹമ്മദ് അലി ഹാജി, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ബേബി നാസ് എന്നിവർ സംസാരിച്ചു. ICA മാനേജ്മെന്റ് ഭാരവാഹികൾ വിശിഷ്ടാതിഥികളെ ഉപഹാരം നൽകി ആദരിച്ചു. ICAയിലെ നോൺ ടീച്ചിംഗ് സ്റ്റാഫിന് സ്നേഹഭവനം ഒരുക്കുന്നതിനായി ഭക്ഷ്യമേളയിലൂടെ വിദ്യാർത്ഥികൾ സമാഹരിച്ച 2,23,786 രൂപ പ്രിൻസിപ്പാൾ അബ്ദുൾ ഗഫൂർ പ്രസിഡന്റ് കോട്ടയിൽ കുഞ്ഞുമോൻ ഹാജിക്ക് കൈമാറി. തുടർന്ന് LSS, USS രാജ്യ പുരസ്കാർ, വിവിധ സ്കൂൾ തല മത്സരങ്ങൾ എന്നിവയിലെ വിജയികൾക്കായുള്ള പ്രതിഭാ പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. ചരമം. വെസ്റ്റ് മങ്ങാട് പരേതനായ കുത്തൂർ മാത്യു ഭാര്യ മേരി നിര്യാതയായി 75 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് വെസ്റ്റ് മങ്ങാട് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടത്തും. ഗീവർ, ഗിവിൻ, ഗിവീഷ് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിന് സമ്പൂർണ്ണ നിരാശ സമ്മാനിച്ച് കേന്ദ്ര ബജറ്റ്. കേരളം ഏറെ പ്രതീക്ഷിച്ച അതിവേഗ റെയിൽ ഇടനാഴിയും എയിംസുമില്ല. പ്രത്യേക സാമ്പത്തിക പാക്കേജുമില്ല. അപൂർവ ധാതു ഇടനാഴി മാത്രം. തിരുവത്ര EMS നഗർ പടിഞ്ഞാറ് താമസിക്കുന്ന മധ്യവയസ്കനെ വെട്ടി പരിക്കേൽപ്പിച്ച നിലയിൽ കണ്ടെത്തി. പുത്തൻകടപ്പുറം മരക്കാറകത്ത് 52 വയസ്സുള്ള ഹമീദിനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചരിത്രപ്രസിദ്ധമായ പന്തല്ലൂർ ശ്രീ ശിവഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ആഘോഷിക്കുന്നു. കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കുക 30-ൽ പരം ഗജവീരന്മാർ. 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നടക്കുന്ന വെടിക്കെട്ട് ആവേശത്തിൽ പൂരപ്രേമികൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.